സാധാരണ നമ്മൾ ഇതിൽ വീഡിയോയിലൊക്കെ കണ്ടിരിക്കുന്നത് കോൺക്രീറ്റ് ചെയ്യണതേ ഇതിൻ്റെ അടിയിൽ ചതുരത്തിലൊരു പലകേണ്ട ഒരു കള്ളി ഉണ്ടാക്കിയിട്ട് അതിൽ മാത്രമാണ് കോൺക്രീറ്റ് ചെയ്യൽ. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അത് തന്നെയാണ്, PVC-യിൽ എങ്ങനെ കുരുമുളക് പിടിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളതേ ഒരു 3 ഇഞ്ച് PVC ആണ്. സാധാരണ എല്ലാവരും 4 ഇഞ്ചിൻ്റെ PVC ആണ് കുരുമുളക് കയറ്റാൻ ഉപയോഗിക്കൽ. നമ്മുടെ കയ്യിലുള്ളത് 3 ഇഞ്ച് കേട്ടോ. ഇത് വീട് പണിക്ക് കൊടുക്കുന്നതിൽ ബാലൻസ് ഉള്ളതാണ്. അപ്പോൾ അത് ഏതായാലും വെറുതെ ഇരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഈ കമുക് പോയ ഭാഗത്തെ ഒരു ഗ്യാപ്പ് ഉള്ളവർക്ക് ഒരു PVC കാലിൽ ഒരു കുരുമുളക് വള്ളി ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ കരുതി. ഇത് നമ്മുടെ കുരുമുളക് കൃഷിയിൽ ആദ്യത്തെ കേട്ടോ, 1ാമത്തെ PVC ആണ്. ഇതിൻ്റെ റിസൾട്ടൊക്കെ അറിയുന്നതിനനുസരിച്ച് നമുക്ക് ഗ്യാപ്പ് ഉള്ളിടത്തൊക്കെ ഓരോന്ന് നമുക്ക് വെച്ചാൽ. ഇതിപ്പോൾ ഒരു ഫുൾ ലെങ്ത് ആണ്. ഫുൾ ലെങ്ത്ത് 15 മീറ്ററാണ്, 15 അടിയാണ് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമുക്ക് കാണാം കേട്ടോ. വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോഴേ ഇത് നമ്മൾ കോൺക്രീറ്റിൽ ഉറപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. മണ്ണിൽ കുഴിയെടുത്തിട്ട് അത് കോൺക്രീറ്റ് ഇട്ടിട്ട് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടേ കോൺക്രീറ്റിൽ സെറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് 2 സൈഡിൽ നിന്ന് നമുക്ക് ഇവിടെയും അതുപോലെ ഇവിടെയും ഇതിൻ്റെ പുറത്തും ഓരോ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്തിനറിയോ, കമ്പി ക്രോസിലേ താഴേക്കും ഒന്ന് വിലങ്ങും വെച്ചിട്ട് ക്രോസിലൊരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ കോൺക്രീറ്റിൽ. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് എൻഡിലും ഒരു പ്ലസ് മോഡൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ കുരുമുളക് PVC-യിൽ കൊടുക്കുന്ന അതേ ടൈപ്പ് തന്നെ, അതേ മെത്തേഡ് തന്നെ. അതായത് മുകളിൽ കുരുമുളക് വള്ളി ലോക്കായി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു 2 കമ്പി മേലെ കൊടുക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ നമ്മൾ കമ്പി ഇട്ട് വെക്കുന്നില്ല, വള്ളി അങ്ങോട്ട് കയറുമ്പോഴത്തേന് ഇട്ടാൽ പോരെ. താഴെ ഇപ്പോൾ കൊടുക്കൽ നിർബന്ധമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോൺക്രീറ്റിലിടാനുള്ള 2 ഹോള് ഇവിടെ താഴെ ഈ ഭാഗത്ത് 2 ഹോള് ഇവിടെയും അതുപോലെ നേരെ ഓപ്പോസിറ്റ് ഇവിടെയും അങ്ങനെ മൊത്തം 4 ഹോള് നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലൂടെ പ്ലസ് മോഡൽ കമ്പി ഇട്ടിട്ട് കുഴിയിൽ ഇറക്കി വെച്ചിട്ട് കുഴി എടുത്ത് വെച്ചിട്ടുണ്ട്. കുഴിയിൽ ഇറക്കി വെച്ചിട്ട് കോൺക്രീറ്റ് ഇടാൻ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ ഒന്ന് കാണാം. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ PVC-യിൽ കുരുമുളക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്, സാധാരണ മരങ്ങളിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ കുരുമുളക് കയറ്റാൻ ഉപയോഗിക്കൽ ഈ ശീമക്കൊന്ന അല്ലെങ്കിൽ അണ്ണക്കര അങ്ങനെയുള്ള മരങ്ങളിലൊക്കെയാണ്, മഹാഗണി അങ്ങനെയുള്ള മരങ്ങളിലൊക്കെയാണ് സാധാരണ കൊടുക്കൽ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം മഴക്കാലത്ത് നമ്മൾ ഇതിൻ്റെ തോല് വെട്ടി നിർത്തൽ നിർബന്ധമാണ്. എന്നാലേ ഇതിൽ കുരുമുളകിൽ നല്ല വെയിലടിക്കുന്നതിനനുസരിച്ച് കുരുമുളക് ഉണ്ടാവുള്ളൂ. PVC-യിലാകുമ്പോൾ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിന് ചോല വെട്ടാനൊന്നും ഉണ്ടാവില്ല. അതുതന്നെയാണ് ഏറ്റവും വലിയൊരു ഗുണം കേട്ടോ. പിന്നെ അത് മാത്രമല്ല, കമുകിലാണ് നമ്മൾ കുരുമുളക് ഇട്ട് വെക്കുമ്പോൾ കമുക് ഉണങ്ങിക്കഴിഞ്ഞാൽ ആ വള്ളിയുടെ കാലാവധി കഴിഞ്ഞു, പിന്നെ വള്ളി താഴെ കടർന്നു പോരും. ഇതിനാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ പൈപ്പിൻ്റെ കാലാവധിക്കനുസരിച്ച് ആ വള്ളി അതിലുണ്ടാവും. പിന്നെ നമ്മളിത് കുരുമുളക് പറിക്കുന്ന സമയത്ത് ഏണി ചാരി വെച്ചിട്ട് പറിക്കാഞ്ഞാൽ മതി. ലാഡർ വെച്ചിട്ട് 2 സൈഡിൽ നിന്നായിട്ട് കുരുമുളക് വിളവെടുത്താൽ ഇതിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇത് നമുക്കിനി കോൺക്രീറ്റ് ചെയ്തിട്ട് വെക്കുന്ന വീഡിയോ കാണാം കേട്ടോ. ഇതുപോലത്തെ 8-ൻ്റെ അല്ലെങ്കിൽ 10-ൻ്റെ 2 കമ്പി, ഇതിപ്പോൾ ഞങ്ങൾക്ക് പഴയ 2 കമ്പിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ ഹോളിലൂടെ ഇട്ട് വെക്കാം. ഒരു കമ്പി ഇങ്ങനെ, ഒരു കമ്പി നേരെ ഓപ്പോസിറ്റും. ഇത് ഓക്കെ, ഇങ്ങനെ 2 കമ്പികൾ ഇട്ട് കൊടുക്കുക. ഇത് കോൺക്രീറ്റിൽ ലോക്കായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ നമുക്ക് കുഴിയിൽ വെച്ചിട്ട് കോൺക്രീറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കേ കോൺക്രീറ്റിനുള്ള പരിപാടികൾ നോക്കാം.
ഞാനിവിടെ സിമെന്റിന് പകരം ടൈലിന്റെ ഗമ്മാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ബാലൻസ് ഉണ്ടായിരുന്നാണ്, അപ്പോൾ എടുത്താണ്. ഇതാകുമ്പോൾ ഒരു മെച്ചം കൂടി ഉണ്ട്, നമുക്ക് വൺ ടൈം നനച്ചാൽ മതി. സിമെന്റ് ആകുമ്പോൾ നമ്മളത് ഉണങ്ങോളം നനക്കണ്ടേ, ഇതിനൊറ്റ നനച്ചാൽ മതി. നമ്മുടെ കോൺക്രീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുഴിയിലേക്ക് പൈപ്പ് വെക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് കോൺക്രീറ്റ് കുഴിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടേ പൈപ്പ് ഇറക്കി വെക്കാം. പൈപ്പ് നമുക്കിതിലേക്ക് ഇറക്കി കൊടുക്കാം. ഇതേപോലെ ഒരു കയറിന് ബാലൻസ് ചെയ്തിട്ട് നമുക്ക് നിർത്താം. വന്നോളൂ, നമുക്ക് ബാക്കി കോൺക്രീറ്റേ കുഴിയിലേക്ക് കൊടുക്കാം. അപ്പോൾ നമ്മളെ കോൺക്രീറ്റിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞു. ഇനി ഇതൊന്ന് ഉറച്ച് കഴിഞ്ഞിട്ടേ, സാധാരണ നമ്മൾ ഇതിൽ വീഡിയോയിലൊക്കെ കണ്ടിരിക്കുന്നത് കോൺക്രീറ്റ് ചെയ്യണതേ ഇതിൻ്റെ അടിയിൽ ചതുരത്തിലൊരു പലകേണ്ട ഒരു കള്ളി ഉണ്ടാക്കിയിട്ട് അതിൽ മാത്രമാണ് കോൺക്രീറ്റ് ചെയ്യൽ. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. കുഴി കുറച്ച് വട്ടം കുറച്ചിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. എന്നിട്ട് അതിൽ നമ്മളാ കമ്പി ഇട്ടില്ലേ, രണ്ട് സൈഡ് കമ്പി മൂടി പോകുന്നവരെ ഒരു 4 ഇഞ്ച് 5 ഇഞ്ച് കനത്തിൽ കോൺക്രീറ്റാണ് ചെയ്തിരിക്കണം. ഇങ്ങനെ ചെയ്താലും മതി. അപ്പം ഇനി നമുക്കിതൊന്ന് ഉണങ്ങി സെറ്റായി കഴിഞ്ഞിട്ടേ കുരുമുളകിൻ്റെ തൈ വെക്കാം.